അഭ്യുന്നതനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ സുദർശൻ കർക്കി പ്രഭു, ഏറ്റവും ആദരണീയനായ ശ്രീ ജോർജ് ഓണക്കുറിച്ച്, എന്റെ ജ്യേഷ്ഠ സുഹൃത്തായ വളക്കുടി രാജേന്ദ്രൻ, ശ്രീ രോഹിത് ചെന്നിത്തല, ശ്രീമതി ഉദയലത, കായംകുളം സ്വാമിജി, ശരത്ചന്ദ്ര തുടങ്ങി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനയപൂർവകമായ നമസ്കാരം. എന്നെ സംബന്ധിച്ച് മലയാളത്തിലെ രണ്ട് മഹാപ്രതിഭകളെ ആദരിച്ചുകൊണ്ടും അനുസ്മരിച്ചുകൊണ്ടും സംസാരിക്കുന്ന ഈ സന്ദർഭം വളരെ വിലപ്പെട്ടതാണ്. വിഷ്ണുനാരായണ നമ്പൂതിരി സാറിനെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ അറിയാം. ലാളിത്യം എന്നതിന്റെ പര്യായമാണ് അദ്ദേഹം അവിടെ സൈക്കിളിലാണ് കോളേജിൽ വന്നിരുന്നത്. അത് വളരെ ലളിതസുന്ദരമായ ജീവിത രീതിയിലൂടെ അദ്ദേഹത്തിന്റെ സൈക്കിൾ ഈ തെരുവിലൂടെ, നമ്മുടെ നഗരവീഥിയിലൂടെ ഓടിച്ചതുമായി അദ്ദേഹത്തിന്റെ കവിതകളും അതുപോലെ തന്നെ പ്രൗഢമായിരുന്നു, എന്നാൽ പ്രസാദാത്മകമായി. നമ്മുടെ വേദങ്ങളുടെ ആഴവും ആധുനിക പരിസരങ്ങളുടെ വ്യാപ്തിയും അദ്ദേഹം തന്റെ കവിതകളിൽ ആവിഷ്കരിച്ചു. അന്നത്തെ കവിയരങ്ങുകളിൽ വിഷ്ണുനാരായണൻ നമ്പൂതിരി സാർ ഒരു സ്ഥിര സാന്നിധ്യമായി. ONV സാറിൽ ആരംഭിക്കുന്ന ചമ്മനം ചാക്കോയും ഉൾപ്പെടുന്ന കടമ്മനിട്ടയും സൂതകുമാരിയും ഒക്കെയുള്ള അന്നത്തെ കവിയരങ്ങ്, അതിൽ അദ്ദേഹത്തിന്റെ കവിതകൾ വേറിട്ടുണ്ട്. അദ്ദേഹം മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ, ആർദ്രതയുടെ, അനുകമ്പയുടെ, സ്നേഹത്തിന്റെ ഭാഷയിലാണ് കവിത എഴുതിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കവിതയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രകൃതിയെ കുറിച്ച് പറയുമ്പോഴും, ഭൂമിയെ കുറിച്ച് പറയുമ്പോഴും, മനുഷ്യരെ കുറിച്ച് പറയുമ്പോഴും അതിലെല്ലാം അനന്യസാധാരണമായ ഒരു ആത്മാംശമുണ്ട്. നമുക്ക് ഒരു തൈ നടാം കൊച്ചുകുട്ടികൾക്ക് വേണ്ടി എന്നും അപരാജിത എന്ന് പറയുന്ന കവിതയിലാണ്. നമുക്ക് ഒരു തൈ നടാം, അത് കവികൾ പാടുന്നതിന് വേണ്ടി, പക്ഷികൾ പാടുന്നതിന് വേണ്ടി, അടുത്ത തലമുറയ്ക്ക് വേണ്ടി, ഭൂമിക്ക് വേണ്ടി എന്നൊക്കെ ഒരുപാട് വളച്ചുകെട്ടില്ലാതെ വളരെ ലളിതമായി അദ്ദേഹം ഭൂമിക്ക് വേണ്ടി കവിത എഴുതി. പ്രണയത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. പ്രണയത്തെ കുറിച്ച് പറയാത്ത കവികളില്ലല്ലോ. പ്രണയത്തെ കുറിച്ച് ഈ അടുത്ത കാലത്ത് ഞാനൊരു പുസ്തകം തന്നെ പ്രകാശനം ചെയ്തു, പ്രണയം ജീവപര്യന്തം. സാറ് അതിൽ ശരീരരായിരുന്നു. സാറ് പ്രകാശനം ചെയ്ത് മറ്റൊരു പുസ്തകം. അപ്പൊ ഈ പ്രണയത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, പ്രണയത്തെ കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത്? എന്താണ് ഈ പ്രണയം എന്ന് പറയുന്നത്? നമ്മൾ ഒന്നായിരുന്നു എന്നുള്ളതിന്റെ ഓർമ്മയാണ് പ്രണയം. നോക്കണം, എത്ര ലളിതമായി, എത്ര ഹൃദ്യമായി, എത്ര ആഴത്തിൽ പ്രണയം എന്ന് പറയുന്ന ഏറ്റവും മൂല്യവത്തായ ഒരു വികാരത്തെ അത് ആവിഷ്കരിക്കുന്നത്. നമ്മൾ ഒന്നായിരുന്നു എന്നുള്ളതിന്റെ ഓർമ്മയാണ് പ്രണയം. അതിനപ്പുറത്ത് പ്രണയത്തിനൊരു നിർവചനമില്ല. പ്രണയം എന്ന് പറയുമ്പോൾ പ്രണയം സ്നേഹത്തിൽ നിന്ന് ഭിന്നമാണ്, പ്രേമത്തിൽ നിന്ന് ഭിന്നമാണ്, അനുരാഗത്തിൽ നിന്നും ഭിന്നമാണ്. അതാണ് പ്രണയം. അത് ഒരു വ്യക്തിയോടുള്ള പ്രണയമാവാം, സമൂഹത്തോടുള്ളതാവാം, കിളിയോടുള്ളതാവാം, പക്ഷിയോടുള്ളതാവാം, ജീവിതത്തോടുള്ളതാവാം. അങ്ങനെ എന്തിനോടുള്ള പ്രണയമായാലും അത് നമ്മൾ ഒന്നായിരുന്നതിന്റെ ഓർമ്മയാണ്, ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറയുന്ന വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറിന്റെ കവിതകൾ എക്കാലത്തും ജീവിക്കും. അദ്ദേഹത്തിന് കിട്ടാത്ത പുരസ്കാരങ്ങളില്ല. കേരള സാഹിത്യ അക്കാദമിയും കേന്ദ്ര സാഹിത്യ അക്കാദമിയും പത്മശ്രീയും എഴുത്തച്ഛൻ അവാർഡും എല്ലാം അദ്ദേഹത്തെ തേടി വന്നത് അദ്ദേഹത്തിന്റെ കവിതയുടെ ഔന്നത്യം കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ്. നമ്മുടെ ശ്രേഷ്ഠ സാഹിത്യവേദിയെ കുറിച്ച് പറഞ്ഞല്ലോ, അതിന്റെ 17ാമത്തെ
മധുരം നിറഞ്ഞ 17 മധുരമുണ്ട്. 17ാമത്തെ മധുരം നിറഞ്ഞ ഈ ചർച്ചയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. അതെന്റെ മറ്റൊരു ഭാഗ്യമായി കരുതുന്നു. അപ്പൊ ആ ചർച്ചയിൽ കൃഷ്ണനാരായണൻ നമ്പൂതിരി സാറിനെ പോലെ ഒരാളെ അദ്ദേഹത്തിന്റെ സമസ്ത കൃതികളുടെയും ജീവിത പശ്ചാത്തലത്തിന്റെയും പേരിൽ നമ്മൾ അനുസ്മരിക്കുകയാണ്. സ്വന്തമായ നിലപാടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ സമുദ്ര ലംഘനം എന്നൊരു സംഭവം തന്നെ ഉണ്ടായി. അദ്ദേഹം ലണ്ടനിലേക്ക് പോയപ്പോഴാണ്, ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ മേൽശാന്തിയായിരിക്കുമ്പോൾ അദ്ദേഹം ലണ്ടനിലേക്ക് പോയി സമുദ്രം കടന്നു പോയപ്പോൾ അത് ആചാര ലംഘനം എന്ന് വ്യാഖ്യാനിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിവ് തേടിപ്പോയതാണ്, അറിവ് തേടിപ്പോയത് അധാർമികമല്ല എന്ന് പറഞ്ഞ് ആചാര പരിഷ്കാരത്തെ കുറിച്ചുള്ള ചർച്ചകളിൽ അത് വലിയൊരു കൊടുങ്കാറ്റായി മാറി. അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുന്നിൽ ഞാൻ ശിരസ്സ് നമിക്കുന്നു.